ദൈവത്തിന് എഴുതുവാൻ കഴിയുമോ? ദൈവത്തിന് വിരലുകളുണ്ടോ? എന്തിനാണ് ദൈവം എഴുതുന്നത്? ബുദ്ധിരാക്ഷസന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദൈവജനം പോലും പകച്ച് പോകാറുണ്ട്. ലോക ജനതകൾക്ക് മാതൃകാമുദ്രയാകുവാൻ സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രയേൽ മക്കൾ അനുഷ്ഠിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ കൽപ്പനകൾ 2 കൽപ്പലകകളിൽ തന്റെ വിരലുകൾ കൊണ്ട് എഴുതി ആ സാക്ഷ്യ പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തു. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18, 32, 16. വായ്മൊഴി കാലഘട്ടത്തിന്റെ കുതിച്ചോട്ടത്തിൽ വിസ്മൃതിയിൽ അലിഞ്ഞില്ലാതെയാകും. എന്നാൽ വരമൊഴി കാലത്തിന് മനുഷ്യന് മറയ്ക്കുവാനും മായ്ക്കുവാനും സാധ്യമല്ലാത്തതുകൊണ്ട് ദൈവം തന്റെ കൽപ്പനകൾ തന്റെ വിരലുകൾ കൊണ്ട് എഴുതി തന്റെ ജനത്തിന് നൽകിയത് അഹന്തയാൽ ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് യെരുശലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളിൽ തന്റെ 1000 പ്രഭുക്കന്മാരോട് ഭാര്യമാരോടുകൂടി വെപ്പാട്ടിമാരോടുകൂടെയുമൊപ്പം വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചുകൊണ്ടിരുന്ന കൽദയ രാജാവായ ബേൽ യെശസ്സരിന്റെ കൊട്ടാരത്തിന്റെ ചുവരിൽ നിന്നാണ് വീണ്ടും ദൈവത്തിന്റെ എഴുത്ത് തെളിയുന്നത്. ആരാമ്യ ഭാഷയിൽ മെനെ മെനെ തെക്കേൽ ഔസിഫിർ എന്നായിരുന്നു അവിടെ എഴുതപ്പെട്ടത്. അത് അവന്റെ മേലും ബാബിലോണിന്റെ മേലുമുള്ള ദൈവത്തിന്റെ ന്യായവിധിക്കായിരുന്നു. ദൈവം അവനെ തുലാസിൽ തൂക്കി നോക്കി തൂക്കത്തിൽ കുറവുള്ളവനായി കണ്ടതിനാൽ അവന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണി അതിന് അന്ത്യം വരുത്തി. അവന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസ്യർക്കും കൊടുത്തിരുന്നു എന്നതായിരുന്നു ആ എഴുത്തിന്റെ അർത്ഥം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളും ഈ ന്യായവിധിയും എഴുതിയ ദൈവത്തിന്റെ ഓമനപുത്രനും തന്റെ വിരലുകൾ കൊണ്ട് നിലത്തെഴുതിയതായി തിരുവചനം സാക്ഷിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ എഴുത്ത് പാപിനിയായ ഒരു സ്ത്രീയെ മരണത്തിൽ നിന്ന് മോചിപ്പിച്ച പാപിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു.